എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ചിങ്ങക്കൂറിൽ ഉള്ള ഫലങ്ങളാണ് ഇന്ന് പറയുന്നത്. ധനുമാസത്തിലെ ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്ര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗവും ചേർന്നതാണ് ചിങ്ങക്കൂറ്. 16-12-2024 മുതൽ 13-1-2025 വരെയുള്ള ജ്യോതിഷ ഫലങ്ങളാണ് പറയുന്നത്. ചിങ്ങക്കൂറിലുകാർക്ക് വളരെ ഗുണമുള്ള കാര്യങ്ങളാണ്. ധനുമാസം വളരെ നല്ല ഫലങ്ങൾ ലഭിക്കുന്നു. 4-1-25 ആദിത്യബുധ യോഗം വളരെയേറെ ദോഷങ്ങളെ മാറ്റുന്നു. വഴക്ക്, ബഹളം, ദേഹോദ്രവങ്ങൾ, ദുരിതങ്ങളെല്ലാം മാറ്റി ഗുണഫലങ്ങൾ നൽകുന്നു. കൂടാതെ 28-12-2024 ശുക്രശനീശ്വര യോഗം എല്ലാ കഷ്ടതകളെയും മാറ്റി ഗുണഫലങ്ങൾ നൽകുന്നു. ശത്രുക്കളിൽ നിന്നും ഉണ്ടേക്കാവുന്ന പലതരത്തിലുള്ള ഉപദ്രവങ്ങളെ ഇല്ലാതാക്കുന്നു. ധനലാഭം പ്രതീക്ഷിക്കാം. ഇഷ്ടകാര്യങ്ങൾ ഏറെക്കുറെയെങ്കിലും നടന്നു കിട്ടും. കുടുംബത്തിന് അഭിവൃദ്ധി ഉണ്ടാകുന്നു. വളരെ ഇഴഞ്ഞു നീങ്ങിക്കൊണ്ടിരിക്കുന്ന പല ഓഫീസ് ഫയലുകളും വളരെ വേഗം നീങ്ങുന്നു. സൂര്യൻ ധനുരാശിയിൽ, അതായത് 5ാമത്തെ രാശിയിൽ സഞ്ചരിക്കുന്നു. ശത്രുക്കൾ പല രീതിയിൽ ദുഃഖങ്ങളുണ്ടാക്കാം, രോഗങ്ങൾ ഉണ്ടാകും. സൂര്യന് ധനുരാശി ബന്ധുക്ഷേത്രമാകയാൽ പാപത്വം കുറയുന്നു. എന്നാലും മോശഫലങ്ങൾക്ക് ചെറിയ കുറവ് വരുന്നു എന്ന് മാത്രം. കുജൻ കർക്കിടക രാശിയിൽ സഞ്ചരിക്കുന്നു. ചൊവ്വ കർക്കിടക രാശിയിൽ സഞ്ചരിക്കുന്നു, അതായത് 12ാമത്തെ രാശിയിൽ. പലതരത്തിലുള്ള അനർത്ഥങ്ങൾ ഉണ്ടാകാം. ദുർച്ചെലവ് വരാം. നേത്ര സംബന്ധമായോ രക്തസംബന്ധമായോ രോഗങ്ങൾ വരാം. കുജന് കർക്കിടകം നീചക്ഷേത്രമാകയാൽ കുജൻ്റെ പാപത്വം ഇരട്ടിക്കുന്നു. ആയതിനാൽ കഷ്ടതകൾ ഒന്നിനു പുറകെ ഒന്നായി വന്നുകൊണ്ട് ഇരിക്കാൻ സാധ്യതയുണ്ട്. പഴനി ആണ്ടവനായ ശ്രീ മുരുകനെ കുത്തരിച്ചോറ് നിവേദ്യം നടത്തുക. ഏതെങ്കിലും മുരുകക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചാലും മതിയാകുന്നു. ബുധൻ 4ാം രാശിയായ വൃശ്ചിക രാശിയിൽ സഞ്ചരിക്കുന്നു. ധനലാഭം, ബന്ധുക്കൾക്കും കുടുംബത്തിനും അഭിവൃദ്ധി ഉണ്ടാകുന്നു. വൃശ്ചികം ബുധന് സമക്ഷേത്രമാകിയാൽ ശുഭത്വം നിലനിൽക്കുന്നു. ആയതിനാൽ ഗുണഫലങ്ങൾ ലഭിക്കുന്നു. ബുധൻ 4-1-2025 ധനുരാശിയിലേക്ക് മാറുന്നു. അവിടെ വെച്ച് ആദിത്യബുധ യോഗം നടക്കുന്നു. ബുധനും ആദിത്യനും മിത്രങ്ങളാകയാൽ ഗുണഫലങ്ങൾ വളരെയേറെ ലഭിക്കുന്നു. വരാനിരിക്കുന്ന എല്ലാ ഉപദ്രവങ്ങളെയും ഇല്ലാതാക്കുന്നു. ഗുരു ഇടവം രാശിയിൽ സഞ്ചരിക്കുന്നു, അതായത് 10ാമത്തെ രാശിയിൽ. സ്ഥാനഭ്രംശം, അതായത് സ്ഥലം മാറ്റം, വളരെ നമുക്ക് ഇഷ്ടപ്പെടാത്ത സ്ഥലത്തേക്ക് ഉദ്യോഗസ്ഥന്മാർക്ക് സ്ഥലം മാറ്റം ലഭിക്കാം, പണിഷ്മെൻറ്റ് പോലെ ലഭിക്കാം. ഡിമോഷൻ വരാം, അതായത് ഡീ പ്രൊമോഷൻ എന്ന് പറയാം, ഡിമോഷൻ വരാം. പൊതുപ്രവർത്തകരും ഉദ്യോഗസ്ഥന്മാരും സൂക്ഷിക്കേണ്ട സമയമാണ്. ധനനഷ്ടവും വന്നേക്കാം. ഗുരുവിന് ഇടവൻ രാശി ശത്രുക്ഷേത്രമാകയാൽ ഗുരുവിൻ്റെ പാപത്വം കൂടുന്നു. ഗുരു ഒരു നല്ല ഗ്രഹമാണ്, ശുഭത്വമുള്ള ഗ്രഹമാണ്. പക്ഷേ അത് പാപഗ്രഹമായി ഇടവൻ രാശിയിൽ മാറുന്നു. ആയതിനാൽ മോശഫലങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്, സൂക്ഷിക്കുക. ശുക്രൻ സന്തോഷിക്കേണ്ട ഒരു സമയമാണ്. ശുക്രൻ മകരരാശിയിൽ സഞ്ചരിക്കുന്നു, 6ാമത്തെ രാശിയിൽ സഞ്ചരിക്കുന്നു, അതായത് മിത്രക്ഷേത്രമാകുന്നു മകരം. ശുക്രൻ്റെ ശുഭത്വം വർദ്ധിക്കുന്നു. ശത്രുക്കളിൽ നിന്നുള്ള ഉപദ്രവങ്ങൾ കുറയുന്നു. രോഗാരിഷ്ടതകളെല്ലാം കുറയുന്നു. 28-12-2024 ശുക്രൻ കുംഭരാശിയിലേക്ക് മാറുന്നു. അവിടെ വെച്ച് ശുക്രശനീശ്വര യോഗം നടക്കുന്നു. ശുക്രനും ശനീശ്വരനും മിത്രങ്ങളാണ്, അതുകൊണ്ട് എല്ലാം നല്ല ഫലങ്ങൾ ലഭിക്കുന്നു. ശനീശ്വരൻ 7ാമത്തെ രാശി കുംഭൻ രാശിയിൽ സഞ്ചരിക്കുന്നു. 7ാമത്തെ രാശിയിൽ, അതായത് കണ്ടകശനി കാലമാണ്. മോശം സ്വഭാവമുള്ളവരുമായി നമ്മൾ കൂട്ടുകെട്ടുകയും അതുമൂലം ധാരാളം ദുഃഖങ്ങളും ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ദൂരെ യാത്ര ചെയ്യേണ്ടി വന്നേക്കാം. അലച്ചിലുണ്ടാകാം, അതായത് യാത്രകൾ കൊണ്ട് ഫലമില്ലാതെ കണ്ടമാനം യാത്രകൾ ചെയ്യേണ്ടി വരാം. അസ്വസ്ഥത വരാം. എന്തിനിറങ്ങി തിരിച്ചാലും അതെല്ലാം നടക്കാത്ത അവസ്ഥയിൽ തടസ്സങ്ങൾ വരാം. എന്ത് കാര്യമായിരുന്നാലും മന്ദഗതിയിൽ നീങ്ങുന്ന ഒരു ഇതുമായിട്ട് വരാം. എന്നാൽ ശുക്രശനീശ്വര യോഗം, അതായത് 28-12-2024 നടക്കുന്നതിനാൽ ഈ മോശഫലങ്ങളെല്ലാം 28-12-24 മുതൽ കുറഞ്ഞു തുടങ്ങുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. കൂടാതെ ശനീശ്വരൻ്റെ സ്വന്തം രാശിയായ കുംഭരാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ രക്ഷിക്കുന്നു. രാഹു മീനൻ രാശിയിൽ സഞ്ചരിക്കുന്നു, അതായത് 8ാമത്തെ രാശിയിൽ. ബന്ധുജന വിരോധം ഉണ്ടാകാം. ബന്ധുക്കളെല്ലാം നമ്മളോട് പിണങ്ങാം. ഉറ്റ ബന്ധുക്കളായിരുന്നവരൊക്കെ പിണങ്ങി പോകുന്നതിന് സാധ്യതയുണ്ട്. ധർമ്മകാര്യങ്ങൾക്ക് തടസ്സങ്ങൾ വരാം. ശത്രുവർദ്ധന നമുക്കുണ്ടാകാം. ശത്രു ശല്യം ചെയ്യും. രോഗങ്ങളുള്ളവർക്ക് രോഗങ്ങൾ കൂടാനുള്ള സാധ്യതയുണ്ട്. കേതു കന്നിരാശിയിൽ സഞ്ചരിക്കുന്നു, അതായത് 2ാമത്തെ രാശിയിൽ. സർക്കാർ തലത്തിൽ നിന്നും പല നോട്ടീസുകളും സമൻസുകളും വന്നേക്കാം. മോഷ്ടാക്കളുടെ ഉപദ്രവം വന്നേക്കാം. അഗ്നി നമുക്ക് ദോഷമുണ്ടാകാം. വ്യാധികൾ വരാം, സൂക്ഷിക്കുക. ഇവിടെ രാഹുവും ഇതുപോലെ തന്നെയാണ്, മോശം ഫലങ്ങളാണ് നൽകുന്നത്. ഗ്രഹങ്ങൾ സൂചിപ്പിക്കുന്നത് നന്മയും തിന്മയും തിരിച്ചറിയുക എന്നതാണ്. അതാത് കാലങ്ങളിലെ മോശാവസ്ഥയെയും ഗുണാവസ്ഥയെയും ഗ്രഹങ്ങൾ സൂചിപ്പിക്കുന്നു. മുൻകൂട്ടി ആ അവസ്ഥകളെ നമ്മെ അറിയിക്കുന്നു. അതാണ് ഗ്രഹങ്ങളുടെ ജോലി. മോശാവസ്ഥയെ എങ്ങനെ തരണം ചെയ്യണമെന്നതാണ് പ്രധാന കാര്യം. ഇവിടെ സൂര്യനും ചൊവ്വയും ഗുരുവും രാഹുവും കേതുവും മോശഫലങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ദുർഗാദേവിയെയും
ഷൺമുഖ ഭഗവാനെയും മഹാവിഷ്ണു ഭഗവാനെയും ഗണപതി ഭഗവാനെയും ശിവഭഗവാനെയും ആരാധിക്കുക. മഹാദേവനായ ശംഭുവിനെ ശരണം പ്രാപിക്കുക. എല്ലാ ദോഷങ്ങൾക്കും മാറ്റി നല്ല ഫലങ്ങൾ ലഭിക്കുന്നു. ഇവിടെ പ്രവചിച്ചത് സാമാന്യ ഫലങ്ങൾ മാത്രമാണ്. 100% കൃത്യതയോടെ ഫലം പ്രവചിക്കാനായിട്ട് ജാതക പരിശോധന ആവശ്യമാണ്. നിങ്ങൾക്കുള്ള ജ്യോതിഷപരമായതോ രുദ്രാക്ഷധാരണത്തിനുള്ളതോ രത്നധാരണത്തിനുള്ളതോ അല്ലെങ്കിൽ വാസ്തുപരമായതോ ആയ നിങ്ങളുടെ സംശയ നിവൃത്തിക്ക് എന്നെ ഫോണിൽ വിളിക്കുകയോ വാട്സപ്പിൽ മെസ്സേജ് അയക്കുകയോ ചെയ്യുക. ഞാൻ എനിക്കറിയാവുന്ന രീതിയിൽ നിങ്ങൾക്ക് അത് പറഞ്ഞു തരുന്നതാണ്. നന്ദി, നമസ്കാരം.